ഇത് ജമീല ടീച്ചർ, മാടായി ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് മെമ്പർ. 5 വർഷം പൂർത്തിയാക്കുമ്പോൾ ഏകദേശം 2.5 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയ നിർവൃതിയിലാണ് വാർഡ് നിവാസികളുടെ സ്വന്തം ടീച്ചർ. 13ാം വാർഡിൽ ഇപ്പോൾ അടുത്ത് പണി കഴിഞ്ഞതാണ് കുഞ്ഞിപ്പള്ളി റോഡ്. ആ കുഞ്ഞിപ്പള്ളി റോഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. 13 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് 10ാം വാർഡിലെ മെമ്പറുടേതും 13ാം വാർഡിലെ നമുക്ക് രണ്ടുപേർക്കും കൂടി അനുവദിച്ച തുകയായിരുന്നു 13 ലക്ഷം റുപ്യ. അതുകൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. 5 ലക്ഷത്തിൻ്റെ ഒരു ഡ്രെയിനേജും ഇതിനോടനുബന്ധിച്ച് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് പണി തീർത്തതാണ് ഈ റോഡ്. 2 ഘട്ടങ്ങളിലായിട്ട് ഗവൺമെന്റ് ഇതിന് 32 ലക്ഷം ചെലവഴിച്ചു. കാരണം റോഡിന്റെ മധ്യത്തിൽ കൂടി ഡ്രൈനേജ് ആയതുകൊണ്ട് വിചാരിച്ചതിലധികം പൈസ ഈ റോഡിന് ചെലവാക്കിയിട്ടുണ്ട്. അതാലും ജനങ്ങളുടെ കുറേ കൊല്ലത്തെ ഒരാവശ്യമായതുകൊണ്ട് അത് ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നു. എന്താവശ്യത്തിന് പഞ്ചായത്തിന്റെ എന്താവശ്യത്തിന് വിളിച്ചാലും നമുക്ക് എല്ലാ ഉപകാരം അന്നേരം വിളിച്ചതിന് തിരിച്ച് വിളിക്കുകയും മറുപടി പറയുകയും എല്ലാം ചെയ്യും. നല്ല ടീച്ചറാണ്. ഇങ്ങനത്തെ ഒരു മെമ്പറെ ഞാൻ വന്നിട്ട് 21 അല്ലായി ഇവിടെ വീടെടുത്ത് വന്നിട്ട് എനിക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ജമീല ടീച്ചർ നമ്മുടെ വാർഡിൽ മെമ്പറെ വന്നതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മുമ്പ് ഉണ്ടായിരുന്ന മെമ്പർമാരെക്കാളും ഒരുപാട് മുന്നിലാണ്. പിന്നെ ഇടയ്ക്കിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഓരോ വീടുകളിൽ ചെല്ലേണ്ട പോരായ്മകളെന്നത് അന്വേഷിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും റോഡിൻ്റെ കാര്യത്തിലായാലും നടപ്പാതായ കാര്യത്തിലായാലും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ടീച്ചർക്ക് എന്തായാലും നല്ലൊരു കാര്യമാണ് ടീച്ചറിൽ നിന്നുണ്ടായത്. നല്ലൊരു പോസിറ്റീവായ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ടീച്ചർ വന്ന് കാര്യങ്ങൾ എന്തായാലും അന്വേഷിക്കും. എല്ലാ കാര്യവും എന്താ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. 13ാം വാർഡിലേക്ക് ടീച്ചർ മത്സരിച്ചപ്പോൾ പട്ടികജാതി കുടുംബങ്ങൾക്ക് എല്ലാ സഹായം എന്ന് പറഞ്ഞാൽ പിന്നെ പട്ടികജാതി റോഡിന് ലൈറ്റ്, പിന്നെ അങ്ങനെ കോളനി മൊത്തം എല്ലാം ലൈറ്റ്, പിന്നെ ജിന്ന് റോഡ് ഇതെല്ലാം ടീച്ചർ ലൈറ്റാക്കി തന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വിഷു ഓണം ഇങ്ങനെയെല്ലാം വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കിറ്റ് തരുന്നുണ്ട്. അതന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. ഏറ്റവും എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണത്. എന്നും ഒരു മഴ പെയ്ത് വെള്ളം കയറുമ്പോഴത്തേക്ക് ടീച്ചർ ഇവിടെ എത്തി, അതെന്താ എന്നെ വിളിക്കാത്ത, ഇത്രയും വെള്ളം ഉണ്ടായിട്ട് നിങ്ങൾ എന്താ എന്നെ വിളിക്കാത്തതെന്ന് ചോദിക്കല്. അപ്പൊ അത്രയും ടീച്ചർ ഞങ്ങൾക്ക് വേണ്ടി പാടുപെട്ടിട്ടുണ്ട്. ഇതുവരെ ഞങ്ങളിതിൽ അങ്ങനെ ഒരാൾ പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇനിയും നിർത്തിയ ടീച്ചറെ ഞങ്ങൾ എന്തായാലും ജയിപ്പിക്കും. ഈ റോഡ് വളരെയധികം പൊട്ടിപ്പൊളിഞ്ഞ് മഴക്കാലത്തൊക്കെ വളരെയധികം ദുഷ്കരമായ ഒരു യാത്രയായിരുന്നു. ഈ സേതാർപള്ളി മദ്രസയിൽ പഠിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ ഒരു പള്ളിയിലേക്ക് ആരാധനക്കായി വരുന്ന ആളുകളും അത്രയും പ്രയാസം അനുഭവിച്ചു കൊണ്ടുപോകുന്ന ഈ സന്നിഗ്ധ ഘട്ടത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിലും ആരുടെ കാര്യത്തിലും ഏത് സമയവും സദാസമയവും ജാഗ്രതയോടുകൂടി വെളിപ്പുറത്ത് നിൽക്കുന്ന പഞ്ചായത്ത് വാർഡ് മെമ്പർ പി ജമീല ടീച്ചറുടെ ആ കമാൻഡിങ് പവർ, ആ ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയും അതിലൂടെ അദ്ദേഹത്തിൻ്റെ ആ മഹതിയുടെ ഗൂഗിൾ നമ്പർ അടക്കം പരസ്യപ്പെടുത്തുകയും ചെയ്ത പൂർണ്ണമായ ഒരു നേതൃത്വം, ഒരു കമാൻഡിങ് പവർ ഉണ്ടായതുകൊണ്ടാണ് മറ്റുള്ളവരിൽ മുൻകൈയെടുക്കുകയും നാട്ടുകാരുടെ കൂട്ടായ്മയിലൂടെ മാത്രം ആ വാർഡ് മെമ്പർ മുന്നിൽ നിന്നുകൊണ്ട് ഒരു കമാൻഡിങ് പവറോടുകൂടി ലീഡർഷിപ്പോടുകൂടി അതിൻ്റെ പ്രയത്നം ആണ് ഇന്ന് സാക്ഷാത്കരിച്ച് കാണുന്നത്.